പ്രിയപ്പെട്ടവരെ, ഞാൻ ജസ്റ്റിൻ. ദിസ് ഇസ് ഫ്രം ഗാലന്റ് AS അക്കാദമി. സോ നമ്മുടെ പ്രിലിംസ് 2026 വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ലാസ്റ്റ് മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന എലമെന്റ്സ് ആണ്. വെദർ യു ആർ ഇൻ ഓർ ഔട്ട് എന്നൊരു എലമെന്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ CSAT-ലെ എസ്പെഷ്യലി RC പാർട്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ പാർട്ടിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്, വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബെനിഫിറ്റ് യു. അപ്പം CSAT എന്ന് പറയുന്നത് നമുക്കറിയാം, CSAT ഈസ് ആക്ച്വലി പ്രിലിംസിന്റെ ക്വാളിഫയർ ആണ്, ഓർ ക്വാളിഫയിങ് പേപ്പർ ആണ്. നമുക്ക് 33% മതി. 33% മതി എന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് അറൌണ്ട് 67 ഔട്ട് ഓഫ് 200. ഓക്കെ, സംതിങ് അറൌണ്ട് 67 ഔട്ട് ഓഫ് 200 CSAT നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണം. പക്ഷെ അതിൽ തന്നെ യു ഹാവ് മാത്സ് പാർട്ട്, യു ഹാവ് മാത്സ്, you have that reasoning and all, you have this RC എന്ന് പറഞ്ഞാൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇനി മാത്സ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ മാത്രം നല്ലോണം ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അറൌണ്ട് 75 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് RC-യിൽ നിന്നുണ്ട്. പക്ഷെ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, മെജോറിറ്റി സ്റ്റുഡൻസും ഇവിടുത്തെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ UPC CSAT RC കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ പാസേജസിൽ ഉപയോഗിക്കുന്ന കീവേഡ്സ് മനസ്സിലാവാണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള ആൻസേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആസ് ഐ സെഡ്, നിങ്ങൾ നോക്കൂ, യെസ്, ഡോണ്ട് ലെറ്റ് യുവർ GS ബ്രെയിൻ ഡൊമിനേറ്റ് ദ പാസേജ് എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ GS നോളജ് എവിടെ അപ്ലൈ ചെയ്യരുത്, പാസേജിൽ അപ്ലൈ ചെയ്യരുത്. പാസേജിൽ ആദ്യത്തെ ലൈൻ തൊട്ട് അവസാന ലൈൻ വരെ പാസേജിൽ ഓതർ എന്ത് സംസാരിക്കുന്നോ അതിനെ ബേസ് ചെയ്ത് മാത്രം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ദെൻ നിങ്ങളുടെ ഈഗോ ബാറ്റിൽ ട്രാപ്പ് ആവരുത് പാസേജസ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പാസേജ് വായിച്ച് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആവണം, ഭയങ്കര ട്രിക്കിയാണ്. നിങ്ങൾ 3 മിനിറ്റിൽ കൂടുതൽ ഒരു പാസേജിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിക്കോളൂ. യു ബെറ്റർ ഗോ ടു അതർ പാസേജ്. ബിക്കോസ് ഒരു CSAT പേപ്പറിൽ എല്ലാ വർഷവും UPC മിനിമം ഒരു 3 to 4 പാസേജസ്, ഏറ്റവും ട്രിക്കിയസ്റ്റ് പാസേജസ് വരും. അത് മനഃപൂർവ്വം സ്റ്റുഡൻസിനെ കുഴപ്പിക്കാൻ വേണ്ടി ഒരു 3 to 4 പാസേജസ്, ഏറ്റവും ട്രിക്കിയസ്റ്റ്, ഏറ്റവും ടഫസ്റ്റ് പാസേജസ് തരും. അപ്പൊ അതിൽ നമ്മൾ കെട്ടിമറിഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ബാക്കി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടും. സോ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന പാസേജസ് മാത്രം ചെയ്താൽ മതി. ദെൻ യു സി ഡയറക്റ്റീവ് ബ്ലൈൻഡ്നെസ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അസംഷൻ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ്. അത് ആക്ച്വലി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഒരു ആർഗ്യുമെന്റിന്റെ അടിത്തറയാണ് അസംഷൻ. അതായത് അസംഷൻ കംസ് ബിഫോർ ദ ആർഗ്യുമെന്റ്. ഇൻഫറൻസ് കംസ് ആഫ്റ്റർ ദ ആർഗ്യുമെന്റ്. ഒരു സംഭവത്തിന്റെ ലോജിക്കൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്, ലോജിക്കൽ കൺക്ലൂഷൻ ആണ് ഇൻഫറൻസ്. അപ്പൊ രണ്ടും രണ്ട് റൂട്ടിലാണ് പോകേണ്ടത്. അപ്പൊ ഇൻഫറൻസ് അല്ലെങ്കിൽ അസംഷൻ, കൊറോളറി, മെയിൻ ഐഡിയ, ജസ്റ്റ് റാഷണൽ ഔട്ട്കം, ഇംപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ മെയിൻ മെസ്സേജ് ഓഫ് ദ പാസേജ്, ഇങ്ങനെയുള്ള ഡയറക്റ്റീവ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം പാസേജസ് സോൾവ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ റോങ് ആൻസറിൽ നമ്മൾ എൻഡപ്പ് ചെയ്യും. ഇനിയൊന്ന് എക്സ്ട്രീം വേർഡ്സിന്റെ ട്രാപ്പാണ്. ഒബ്വിയസ്ലി ഒരു പാസേജിന്റെ ചോയ്സസ് തന്നെ നിങ്ങളുടെ ശ്രദ്ധ അകറ്റി മാറ്റാനോ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനാണോ എക്സ്ട്രീം വേർഡ്സ് സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിക്കുന്നത്. നെവർ, ഓൾവേസ്, കംപ്ലീറ്റ്ലി, അബ്സല്യൂട്ട്ലി, സച്ച് കൈൻഡ് ഓഫ് ദ വേർഡ്സ് ശരിക്കും ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 100% എക്സ്ട്രീം വേർഡ്സ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മോസ്റ്റ് കേസസിൽ മോഡറേറ്റ് ആംഗിളിലായിരിക്കും ഒരുപക്ഷെ ഓതർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മോഡറേറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും തരുന്നത്. എക്സ്ട്രീം വേർഡ്സ് ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സ്ട്രീം ആക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദർ ഈസ് സംതിങ് ഫിഷി എന്നൊരു മൈൻഡ് നിങ്ങളിൽ ഉണ്ടാവണം. ദെൻ ലാസ്റ്റ് 30 മിനിറ്റ്സിൽ പാസേജസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ലാസ്റ്റ് 30 മിനിറ്റ്സിൽ പാസേജസ് ചെയ്യാൻ നിൽക്കരുത്. ഒബിയസ്ലി പാസേജസ് നിങ്ങൾ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യന്റെ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഓളത്തിലും താളത്തിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അവസാനം പാസേജസ് ചെയ്യുമെന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും സമയം തികയാണ്ട് വരും. ഓക്കെ, അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറും കൂടിയാണ്. നൗ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന സോക്കോൾഡ് കീവേഡ്സ്, നമ്മുടെ എന്താ പറയുക, പാസേജസിലെ കീവേഡ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കൂ. ഇൻഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫറൻസ്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദിസ് ഈസ് ഹിഡൻ ഫാക്ട് ദാറ്റ് മസ്റ്റ് ബി ട്രൂ ബേസ്ഡ് ഓൺ ദ ക്ലൂസ് പ്രൊവൈഡഡ്. സിമ്പിൾ ആയിട്ട് നോക്കുക. സി, ഗ്രൗണ്ട് ഈസ് വെറ്റ്, പീപ്പിൾ ഹാവ് അംബ്രല്ലാസ്. അപ്പൊ നമുക്കറിയാം ഗ്രൗണ്ട് വെറ്റാണ്, ആൾക്കാർ അംബ്രല്ല പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഇൻഫറൻസിലേക്ക് എത്തുകയാണ്, അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആണ്, ശരിയല്ലേ? ഇനി ഞാനൊരു കാര്യം നോക്കൂ. ഇപ്പൊ ഒരു ഓഫീസ് റൂം ഉണ്ട്. ഈ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്ക് സ്പേസിൽ ഞാൻ എന്താ വെച്ചാൽ കുറേ ടേബിൾസ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, എൻ്റെ കൊളീഗ്സ് ഉണ്ട്. ഞാൻ എൻ്റെ പർട്ടിക്കുലർ ടേബിളിൽ അല്ലെങ്കിൽ എൻ്റെ പർട്ടിക്കുലർ എന്താ പറയുക ലൈക്ക് സ്പേസിൽ ഞാൻ എൻ്റെ മൊബൈലും ഫോണും അല്ലെങ്കിൽ സ്വർണ്ണമാലയൊക്കെ വെച്ചിട്ട് ഞാൻ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ,
അത് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ സ്വർണ്ണമാലയും ഇതും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ദൂരെ വേറൊരു സെക്യൂരിറ്റി ചേട്ടൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എന്താണ് എന്തോ തിളങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ലൈക്ക് വാട്ട് ഈസ് കോൾഡ് ഫോണിന്റെ കവർ അദ്ദേഹത്തിന്റെ ഒരു ബാഗിൽ വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അത് ഇറ്റ്സ് മാച്ചിങ് വിത്ത് മൈ ഫോൺ കവർ. അല്ലെങ്കിൽ ഇനിയൊന്ന് ലൈക്ക് ഒരു സ്വർണ്ണമാലയുടെ ഒരു അറ്റം അദ്ദേഹം ധൃതിയിൽ പോക്കറ്റിൽ ഇട്ടപ്പോൾ പകുതി പുറത്ത് ചാടി കിടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള തെളിവുകൾ വെച്ചിട്ട് ഞാൻ പറയുന്നു, ഞാനൊരു ഇൻഫറൻസിലേക്ക് എത്തുകയാണ്, എൻ്റെ ഈ പറയുന്ന സോ കോൾഡ് വാല്യുബിൾസ് ആ സെക്യൂരിറ്റി ചേട്ടൻ അടിച്ചെടുത്തു. ഇനി അതിന്റെ അസംഷൻ ഉണ്ട്. അസംഷൻ എന്താണ്? ഞാൻ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ബാത്റൂമിലേക്ക് പോയി. അത് ബിക്കോസ് ഓഫ് ആൻ അസംഷൻ ദാറ്റ് അവിടെയുള്ളവർ ആരും അത് എടുക്കില്ല എന്നൊരു അസംഷന്റെ പുറത്താണ്. അപ്പൊ അസംഷൻ എപ്പോഴും ആർഗ്യുമെന്റിന് മുമ്പുള്ള അടിത്തറയാണ്. ഓക്കെ, ഈ അസംഷൻ ശരിയായെങ്കിലേ ആർഗ്യുമെന്റ് ശരിയാവുള്ളൂ. അസംഷൻ തെറ്റാണെങ്കിൽ ആർഗ്യുമെന്റ് വീഴും. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ ഇൻഫറൻസ് ആർഗ്യുമെന്റിന് ശേഷം വരുന്ന ലോജിക്കൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്, ലോജിക്കൽ കൺക്ലൂഷൻ ആണ്. ഓക്കെ, അത് രണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Yeah, assumption is missing puzzle piece. It is belief author forgot to write down, but the all argument depends on it. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ആർഗ്യുമെന്റ്സും ചർച്ചകളും ഡിബേറ്റ്സും ഡിസ്കഷൻസ് ഒക്കെ ഈ അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഈ അസംഷൻ തെറ്റിക്കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് തെറ്റും. ഓക്കെ, അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ്. ദിസ് ഇസ് ഓൾവേസ് ദ ഇൻവിസിബിൾ ഗ്ലൂ. നോക്കൂ, യു ആർ സ്മാർട്ട്, യു വിൽ ക്ലിയർ UPSC. ഇതിന്റെ ഒരു അസംഷൻ എന്താണ്? സ്മാർട്ട് പീപ്പിൾ ക്ലിയർ UPSC. ഓക്കെ, സിമിലർ വേ corollary, automatic side effect. If the main point is true, the secondary point happens by default. കുറച്ചും കൂടി ഫണ്ണി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ദ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അത് ഗെറ്റ് വൺ ഫ്രീ ബൈ ഡിഫോൾട്ട് സംഭവിക്കുന്നതാണ്, അതിന്റെ ഒപ്പം വരേണ്ടതാണ്, ശരിയല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക് സൈഡ് എഫക്റ്റ് ആണ്. ദ മെയിൻ പോയിന്റ് ഇസ് ട്രൂ, ദ സെക്കൻഡറി പോയിന്റ് ഹാപ്പൻസ് ബൈ ഡിഫോൾട്ട്. ഓക്കെ, മെയിൻ ആർഗ്യുമെന്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ തന്നെ സംഭവിക്കണം. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഇങ്ങനെ സംഭവിക്കണം. ഓക്കെ, അതിന്റെ യുനോ നെക്സ്റ്റ് അതിന്റെ what is the next step that has to be like this way. Okay, eat 10 pizzas a day makes you gain weight. Yes, corollary ആണ്, you will need to buy larger pants. Simple. Crux എന്താണ്? Absolute heart of the matter, strip to all the boring details and fluff. ഒരു പാസേജിൽ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് കുറെ ആലങ്കാരികമായിട്ട് കുറെ കാര്യങ്ങൾ അഡീഷണലി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന അതിന്റെ ഒറിജിനൽ എലമെന്റ്, അതിന്റെ ഒറിജിനൽ ഹാർട്ട് ഓഫ് ദ മാറ്റർ, അതിന്റെ സെൻട്രൽ ഐഡിയ, അതാണ് എന്തെന്ന് പറയുന്നത്? ക്രക്സ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് കുറച്ചും കൂടി ഫണ്ണി ആയിട്ട് നമ്മൾ ആലോചിക്കുക, 3 മണിക്കൂറിന്റെ ഒരു മൂവി നമ്മൾ കൂട്ടുകാരന് 10 സെക്കൻഡ്സിൽ നമ്മൾ അതിന്റെ ഹൃദയഭാഗം, അതിന്റെ ഏറ്റവും രത്നച്ചുരുക്കം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതാണ് ക്രക്സ് എന്ന് പറയുന്നത്. 10 സെക്കൻഡ്, 3 മണിക്കൂർ 10 സെക്കൻഡിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതിന്റെ രത്നച്ചുരുക്കം, ദാറ്റ് ഈസ് ക്രക്സ്. ഇംപ്ലിക്കേഷൻ എന്താണ്? ലോജിക്കൽ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇഫ് വി ബിലീവ് ദ പാസേജ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ഹെഡേക്ക്. സിമ്പിൾ ആയിട്ട് കുറച്ചും കൂടി രസകരമായിട്ട് പറഞ്ഞാൽ ഫ്യൂച്ചർ ഹെഡേക്ക്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇതിന്റെ അടുത്ത തലവേദന കേസ് എന്താണ്, അതിന്റെ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻ എന്താണ്, ഫ്യൂച്ചർ റിസൾട്ട് എന്താണ്? ലോജിക്കൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. പക്ഷേ യു പ്ലീസ് ട്രൈ ടു ഗവൺമെന്റ് പ്രിന്റ്സ് ഇൻഫിനിറ്റ് മണി. See, chai will go up to 50,000 അല്ലെങ്കിൽ 500 that way. So you see that ഒരു ഫ്യൂച്ചർ ഹെഡേക്ക് ആണ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദീസ് ആർ ചലഞ്ചസ്. അപ്പൊ ഇതിന്റെ വേ ഫോർവേഡ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും? മോസ്റ്റ് ലോജിക്കൽ, റാഷണൽ, സ്ട്രിക്ട്ലി ഫാക്ട് ബേസ്ഡ് ചോയ്സ്. യു മസ്റ്റ് യൂസ് ഓൺലി ദ ടെസ്റ്റ് പ്രൊവൈഡഡ്. ഇതിൽ ഔട്ട്സൈഡ് നോളജ് ഒരിക്കലും നമ്മൾ കൊണ്ടുവരരുത്. Central theme, big picture of the topic. Okay, why did the author waste their ink? Author talks about clouds, rivers, oceans and monsoons. Central theme is simply water. Okay, അത്രയും സിമ്പിൾ ആണ്. ഒരുപാട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും, ഒരുപാട് നിറച്ച് വരച്ചിട്ടുണ്ടാവും, പക്ഷേ central theme is always the big picture of topic. Critical message, urgent lesson. What does the author want you or society to learn from this? Okay, author's warning label. ഒരു ഇഷ്യൂ, ക്ലൈമറ്റ് ചേഞ്ച് ആവാം, മൽന്യൂട്രീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ് സേഫ്റ്റി ആവാം, ഇന്റർണൽ സെക്യൂരിറ്റി ആവാം. അതിന്റെ ക്രിട്ടിക്കൽ മെസ്സേജ് ഈസ് ഓൾവേസ് ആൻ അർജന്റ് ലെസൺ ദ സൊസൈറ്റി ആൻഡ് യു മസ്റ്റ് ലേൺ. Premise, best reflects. Okay, so take care, always take care. All these keywords must be clearly understood so that the passage solving will be very easy for you. You can easily score 75 out of this, you can easily score this, 67 and above out of 200. Okay, thank you. Gallant IAS, chasing your passion to ace.